ജ്യോതിഷത്തിൽ ഗുരു, ജൂപ്പിറ്റർ അഥവാ വ്യാഴം ഏറ്റവും ശുഭഗ്രഹമായാണ് കണക്കാക്കപ്പെടുന്നത്. ദേവഗുരു എന്നറിയപ്പെടുന്ന വ്യാഴം വിദ്യ, സമ്പത്ത്, ഭാഗ്യം എന്നിവയുടെ അധിപനാണ്. DNA ആസ്ട്രോളജിയിലും പൊതു ജ്യോതിഷത്തിലും ഗുരുവിന്റെ പ്രധാന കാരകത്വങ്ങൾ ഇനി പറയുന്നു. പ്രധാന കാരകത്വങ്ങൾ: 1. പുത്രകാരകൻ, ചിൽഡ്രൻ, മക്കളെയും മക്കളിൽ നിന്നുള്ള സന്തോഷത്തെയും സൂചിപ്പിക്കുന്നു. 2. വിദ്യയും ജ്ഞാനവും, നോളേജ് ആൻഡ് വിസ്ഡം, വെറും അറിവല്ല മറിച്ച് ആഴത്തിലുള്ള ജ്ഞാനം, വേദപഠനം, സംസ്കൃതം തുടങ്ങിയ ഉന്നത വിദ്യകൾ എന്നിവ ഗുരുവിന്റെ അധികാരത്തിലാണ്. 3. ധനം, വെൽത്ത്, സാമ്പത്തികമായ അഭിവൃദ്ധി, ബാങ്ക് ബാലൻസ്, സ്വർണം എന്നിവയുടെ കാരകനാണ്. 4. ഗുരു അഥവാ അധ്യാപകർ, ടീച്ചേഴ്സ് ആൻഡ് മെന്റേഴ്സ്, ജീവിതത്തിൽ നമുക്ക് വഴികാട്ടികളാകുന്ന ഗുരുക്കന്മാരെയും ആത്മീയ ഉപദേശികളെയും പ്രതിനിധീകരിക്കുന്നു. 5. ആത്മീയത, സ്പിരിച്വാലിറ്റി, ഭക്തി, പുരാണ പാരായണം, ക്ഷേത്ര ദർശനം എന്നിവ ഗുരുവിന്റെ അനുഗ്രഹത്താൽ ലഭിക്കുന്നതാണ്. 6. ഭാഗ്യം, ലക്ക്, ഈശ്വരാനുഗ്രഹവും മുൻ ജന്മപുണ്യവും പൂർവപുണ്യ ഗുരുവിനെ കൊണ്ട് ചിന്തിക്കുന്നു. കൂടുതൽ കാരകത്വങ്ങൾ: 7. ശരീരത്തിലെ കൊഴുപ്പ്, ഫാറ്റ്, ശാരീരികമായി ശരീരത്തിലെ മേധസ് അഥവാ കൊഴുപ്പിനെ നിയന്ത്രിക്കുന്നത് ഗുരുവാണ്. 8. കരൾ, ലിവർ, ആരോഗ്യപരമായി കരളിന്റെ ലിവർ പ്രധാന കാരകൻ വ്യാഴമാണ്. 9. നീതിയും നിയമവും, ജസ്റ്റിസ് ആൻഡ് ലോ, സത്യം, ധർമ്മം, നിയമം, നീതിപീഠങ്ങൾ എന്നിവ. 10. മതം, റിലീജിയൻ, മതപരമായ ചടങ്ങുകൾ, ആചാരങ്ങൾ, ദാനധർമ്മങ്ങൾ. 11. വലിയ കാര്യങ്ങൾ, എക്സ്പാൻഷൻ, എന്തിനേയും വലുതാക്കുക എന്നത് ഗുരുവിന്റെ സ്വഭാവമാണ്. അത് അറിവായാലും സമ്പത്തായാലും ശരീരമായാലും. DNA ആസ്ട്രോളജിയിലെ പ്രത്യേകത: DNA ആസ്ട്രോളജി പ്രകാരം ഗുരു നിങ്ങളുടെ മുത്തച്ഛനെ, ഗ്രാൻഡ് ഫാദർ അല്ലെങ്കിൽ വംശത്തിലെ ഗുരുതുല്യരായ വ്യക്തികളെ സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ പൂർവികർ ചെയ്ത പുണ്യപ്രവർത്തികൾ, പുണ്യകർമ്മ ഈ ജന്മത്തിൽ നിങ്ങൾക്ക് എങ്ങനെ ഭാഗ്യമായി ലഭിക്കുന്നു എന്ന് ഗുരുവിന്റെ നിൽപ്പ് നോക്കി മനസ്സിലാക്കാം. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മധുരം, സ്വീറ്റ് ഗുരുവിന്റെ പ്രിയപ്പെട്ട രുചിയാണ്. മറ്റ് വിവരങ്ങൾ: നിറം മഞ്ഞ, യെല്ലോ, രത്നം മഞ്ഞക്കല്ല്, യെല്ലോ സാഫിയർ, പുഷ്പരാഗം, ദിശ വടക്ക് കിഴക്ക്, നോർത്ത് ഈസ്റ്റ്, ഈശാനകോൺ, ലോഹം സ്വർണം, ഗോൾഡ്, ദൈവം ദക്ഷിണാമൂർത്തി അല്ലെങ്കിൽ മഹാവിഷ്ണു.